എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒരു ഹോം ടൂറാണ്. എൻ്റെ വീടിൻ്റെ തന്നെ കേട്ടോ ഹോം ടൂറാണ്. ഒരു ചെറിയ വ്ളോഗാണ്. നമ്മൾ ജസ്റ്റ് വീടും പരിസരവും ഒന്ന് കാണിക്കുകയാണ്. അപ്പോൾ നമുക്ക് പോവാം വീഡിയോയിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മൾ നടന്നു കയറുന്ന വഴി. ഇതാട്ടോ, ഇവിടെ ഒരു ചെറിയ വഴിയുണ്ട്. പിന്നെ ഇത് കൂടാതെ അവിടെ വണ്ടികളൊക്കെ കയറാൻ അവിടെ ഒരു വഴിയുണ്ട് കേട്ടോ. അപ്പോൾ നോർമലി ആൾക്കാർ നടന്നു കയറുന്നത് ഈ വഴിയാണ്. അപ്പോൾ നമുക്കും ഈ വഴി തന്നെ പോവാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വെൽക്കം ടു മൈ ഹോം. ഇവിടെ നമ്മുടെ ഈ പറമ്പിൽ അച്ഛനും അമ്മയും കൂടെ കുറേ മരങ്ങളും ചെടികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് അച്ഛനും അമ്മയ്ക്കും തന്നെ അറിയില്ല, പക്ഷെ എനിക്കറിയണത് ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഈ ഇല കറുകപ്പട്ടയുടെ ഇലയാണ് കേട്ടോ. പിന്നെ ഇവിടെ പ്ലാവ് ഉണ്ട് കേട്ടോ, അതിൽ ചക്ക ഉണ്ട്. നമ്മൾ ഇപ്രാവശ്യം വന്നിട്ട് പഴുത്ത ചക്ക കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നിറയെ ചക്ക ഉണ്ട് ഇതിൽ. കൂടെ തന്നെ നമ്മൾ കുരുമുളകിൻ്റെ വള്ളി ഇതാ ഉണ്ടാക്കിയിട്ടുണ്ട്, പടർന്നു വന്നിട്ടുണ്ട് നല്ലോണം. ഇതാ കുരുമുളക്, ഇത് കാണിച്ചു. കുരുമുളക് ഉണ്ട്. ഇതാ ഇവിടെ നമ്മുടെ കണിക്കൊന്ന ഉണ്ട് കേട്ടോ. കണിക്കൊന്ന ഏപ്രിൽ മാസമൊക്കെ ആവണതിൻ്റെ മുന്നേ നിറയെ പൂത്ത് വിഷു ആകുമ്പോഴത്തേക്കും കൊഴിഞ്ഞു പോകും. പക്ഷെ നല്ല ഭംഗിയാണ്. വീടിൻ്റെ മുന്നിൽ തന്നെ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ കണിക്കൊന്നയാണ് കണി. പിന്നെ നമുക്ക് ഗണപതി നാരങ്ങ ഉണ്ട് കേട്ടോ. ഇവിടെ ഗണപതി നാരകം, അത് നമ്മൾ അമ്പലത്തിൽ, നമ്മളിവിടെ അടുത്ത അമ്പലം കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വ്ളോഗിൽ, അവിടേക്ക് കൊണ്ടുപോവാർ. പാഷൻ ഫ്രൂട്ട് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ കിളികൾ കൊത്തി ഇട്ടതാണ്. അവിടെ നിറയെ പാഷൻ ഫ്രൂട്ട് ഉണ്ട്. പഴുത്ത് വരുന്നുള്ളൂ, പഴുത്ത് വന്ന് ഈ കാണുന്നതാണ് നമ്മൾ വണ്ടികളൊക്കെ വരുമ്പോൾ ഉള്ള വഴി. ഇതാണ് കേട്ടോ. ഇവിടെ ഉണ്ട് ഇതാ കശുമാവിൻ്റെ ഉണ്ട്. പിന്നെ കൂവളം കണ്ടോ, കൂവളം ഉണ്ട് കുറേ. പിന്നെ അങ്ങനെ പുളി കേട്ടോ, നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കില്ലേ, അതാണ് മടുവപ്പുളി. കുറേ കായ ഉണ്ടായിട്ടുണ്ട് പ്രാവശ്യം. അപ്പോൾ ഈ രണ്ട് സൈഡ് നമുക്ക് എന്താ പറയുക, ചക്ക, മാങ്ങ, കുരുമുളക് അങ്ങനെ. ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഫുള്ള് വീടിൻ്റെ ഉള്ളിലും നിറയെ ചെടികളാണ്. അതൊക്കെ അമ്മ ചെയ്യണതാണ് കേട്ടോ. ബാക്കിയൊക്കെ അച്ഛൻ ഉണ്ടാക്കിയതാണ്. നമ്മൾ കാന്താരി മുളക് ഉണ്ട് കേട്ടോ, അതവിടെ ഞാൻ കാണിച്ചു തരാം. അതൊക്കെ ചെടികളുടെ ഭാഗത്താണ്, അത് അച്ഛൻ ചെയ്തതാണ്. ആ ഭാഗം അച്ഛൻ്റെ ലോകം, ഇവിടെ നിങ്ങളുടെ അമ്മേൻ്റെ ലോകമാണ്. അത് റോബസ്റ്റ് ആണ് കേട്ടോ, അത് കൊലച്ചിട്ടുണ്ട്. റോബസ്റ്റ് ആയി വരണേ ഉള്ളൂ, ചെറിയ കായാണ് ഇപ്പോൾ, അതായി വരുന്നേ ഉള്ളൂ.
കറ്റാർവാഴ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഇപ്രാവശ്യം. പിന്നെ ഇത് ഒരു ഡ്രമ്മിൽ അമ്മ വെള്ളമൊക്കെ നിറച്ച് മീനുണ്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട്. താമര, ആമ്പൽ പരിപാടികളെല്ലാം ഉണ്ട്. പൂവുണ്ടായിട്ടില്ല പ്രാവശ്യം. ഇവിടെ വാ. ബുദ്ധിമുട്ടല്ല അതുകൊണ്ട്. അപ്പോൾ അവന് നടക്കാൻ വേണ്ടി ഇവിടെ നിന്ന് അവിടം വരെ കമ്പി കെട്ടിയിട്ട് അതിലാണ് ചങ്ങലയ്ക്ക് ഇട്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ പുറത്തെ വിശേഷങ്ങളും കണ്ടല്ലോ. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങൾ കാണാം കേട്ടോ. ഇത് നമ്മുടെ മെയിൻ ഹോളാട്ടോ. കയറി വന്ന ഉടനെയുള്ള ഹോളാണ്. ഇവിടെ നമ്മളെ സോഫയൊക്കെ ഇട്ടിരിക്കുന്ന TV വെച്ചിരിക്കുന്നത്. കോമൺ ബാത്റൂം ഉണ്ട്. പിന്നെ അവിടെ റൂമിൽ ഒരു ബാത്റൂം. ഇത് നമ്മുടെ പൂജാ റൂം ആട്ടോ. നമ്മുടെ വീട്ടിൽ മൊത്തം 3 റൂമുകളാണ്. ഇത് ഒരു റൂം. ഇവിടെ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. ഇത് നമ്മുടെ 2ാമത്തെ ബെഡ്റൂം. ഇത് ഇവിടെയാണ് അച്ഛനും അമ്മയൊക്കെ കിടക്കുന്ന റൂം. ഇതാണ് ഞങ്ങൾ കിടക്കാറുള്ള റൂം. ഈ കൊറോണ ഒക്കെ വന്നതിന് ശേഷം ക്വാറന്റീനൊക്കെ ഇരിക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പുതിയ ബാത്റൂം എടുത്തു, അറ്റാച്ച്ഡ്. ഇവിടെ ഇത് പുതിയതാണ്. ഇതാണ് നമ്മുടെ ഒരു കിച്ചൺ കേട്ടോ. ഇതാണ് മെയിൻ കിച്ചൺ ആക്ച്വലി. പക്ഷെ നമ്മൾ അവിടെ പുറത്തൊരു വർക്ക് ഏരിയ ഉള്ളത് കാരണം
കുക്കിംഗ് ഒക്കെ അവിടെയാണ്. അപ്പം നമ്മളിവിടെ ഒരു ടേബിളും ചെയറും ഇട്ടിട്ട് അത്യാവശ്യം ഇവിടെ ഇരിക്കാവുന്ന പാകത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് സ്റ്റോർ റൂം. ഇതാണ് നമ്മുടെ മെയിൻ ഏരിയ ആയിട്ടുള്ള അടുക്കള. ഇവിടെ ഇരുന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കണം. ഇവിടെ ഒരു ഡൈനിങ് ടേബിളും ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഫ്രിഡ്ജ് കാര്യങ്ങൾ, പിന്നെ അടുപ്പ്, ഗ്യാസ് സ്റ്റൗ എല്ലാം ഇവിടെയാണ്. ഇത് ഞങ്ങളുടെ കിണർ. ഇത് ഞങ്ങളുടെ വർക്ക് ഏരിയനോട് തന്നെ അറ്റാച്ച് ചെയ്തിട്ടുള്ള കിണറാണ്. ഇതാണ് അമ്മേൻ്റെ റേഡിയോ. ഈ റേഡിയോ ഓണാക്കി വെച്ചിട്ടാണ് അമ്മ രാവിലത്തെ ജോലികളൊക്കെ ചെയ്യാറുള്ളത്. അതാണ് അമ്മേൻ്റെ നേരം പോക്ക്. അപ്പം അതൊക്കെയാണ്. പിന്നെ ചെടികളുണ്ട് കേട്ടോ. ചെടികൾ ഇവിടെയും വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും കറിവേപ്പില. നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ എപ്പോഴും ഉള്ളത് തന്നെയാണ്. കിച്ചൻ്റെ സൈഡിൽ കറിവേപ്പിലുണ്ട്. അപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കാനാകുമ്പോൾ വന്ന് വലിച്ചിട്ട് എടുത്താൽ മതി. ഇതാണ് കൊടംപുളി. അതിലായിട്ടില്ല, കായായിട്ടില്ല, കായായി വരുന്നേ ഉള്ളൂ. പിന്നെ ഇത് ജാതിക്കയാണ് കേട്ടോ. ജാതിക്ക ആയി വരണേ ഉള്ളൂ. നമ്മുടെ വീടുകളിൽ സാധാരണ ഉണ്ടാവാറുള്ള എല്ലാം ഉണ്ട് കേട്ടോ. മുരിങ്ങക്കായ ഉണ്ട്, പിന്നെ നെല്ലിക്ക ഉണ്ട്, പിന്നെ കദളിവാഴ, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. അതൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല. അതൊക്കെ നമ്മുടെ ഇതിലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട് പരിസരങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.